തലേന്ന് രാത്രിയിൽ തങ്ങളുടെ ഗ്രാമത്തിൽ അരങ്ങേറിയ ആ സംഭവത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളുമായി അവർ അടുത്തുള്ള ഒരു സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കി പോകുകയാണ്. അവിടുത്തെ ആദിവാസി ഊരിലെ 4-5 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമാണ് ഇപ്പോൾ അടുത്തുള്ള സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നത്. ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു സംഘം ആളുകൾ ഗെയിം ഹണ്ടിന് വേണ്ടി അവിടേക്ക് എത്തിയതാണ്. അവരുടെ സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ആ 4-5 പേർ നടന്നു പോകുന്നത്. അവരുടെ കൈവശം നീളമേറിയ കുന്തങ്ങളും അമ്പുകളും വില്ലുകളും മൂർച്ചയേറിയ വാളുകളുമെല്ലാം ഉണ്ട്. എങ്കിലും അവരുടെ മുഖത്ത് ഒരു ഭയം നിഴലിച്ച് കാണാമായിരുന്നു. തലേന്ന് അവരുടെ ഗ്രാമത്തിൽ അരങ്ങേറിയ ആ സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ് അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്. ഒരാഴ്ചയ്ക്കപ്പുറമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ സെറ്റിൽമെൻറ്റിലെ ആളുകൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തിയത്. നല്ല കുറച്ച് ട്രാക്കർമാരെ റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് അവർ അവിടേക്ക് എത്തിയത്. 2-3 പേർ അവർക്കൊപ്പം അവരുടെ സെറ്റിൽമെൻറ്റിലേക്ക് പോകുകയും ചെയ്തു. മാസായി മാരയിലെ മാസായി ആദിവാസി വിഭാഗത്തെപ്പറ്റി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിംഹങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. എന്നാൽ ഈ പ്രാവശ്യം അവരുടെ ഗ്രാമത്തിലേക്ക് വന്നത് സിംഹങ്ങളായിരുന്നില്ല. രാത്രിയുടെ മറവിൽ അവിടേക്ക് കടന്നു കയറി മരണം വിതച്ചത് വലിയൊരു കൊമ്പനാനയായിരുന്നു. 2-3 പേരെ കൊല്ലുകയും കുടിലുകൾ അപ്പാടെ തകർക്കുകയും ചെയ്തു. അവനെ കണ്ടുകൊണ്ട് കുടിലുകളിൽ നിന്നും ഭയന്നോടിയവർക്ക് പിന്നാലെയും അവൻ അലറി വിളിച്ചുകൊണ്ട് പുറകിന് ഓടുന്നുണ്ടായിരുന്നു. കിട്ടിയവരെയെല്ലാം അവൻ ചുരുട്ടിയെടുത്ത് അടിക്കുകയും കൊല്ലുകയും ചെയ്തു. അവൻ്റെ നീളമേറിയ ആ കൊമ്പുകളിൽ രക്തം പറ്റിച്ചു വന്നു. പലരും എങ്ങോട്ടെന്നില്ലാതെ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങിയോടി. പുല്ലുകൾക്കിടയിലും കുറ്റിക്കാടുകൾക്കിടയിലും അവർ ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ തങ്ങളുടെ ജീവൻ കയ്യിലൊതുക്കി നിന്നു. നേരം പുലരുവോളം ആനയുടെ ആക്രമണങ്ങൾ അവരുടെ ഗ്രാമത്തിൽ അരങ്ങേറി. നേരം പുലരാൻ തുടങ്ങിയതോടെ ആന എങ്ങോട്ടോ പോയി മറയുകയും ചെയ്തു. അന്നത്തെ രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്കും ഏകദേശം 4 പേരുടെ ജീവനാണ് ആ കാട്ടാന കവർന്നെടുത്തത്. ഇതോടുകൂടി അവൻ്റെ ശല്യം അവസാനിച്ചു എന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുവാൻ തയ്യാറല്ല. കാരണം കാട്ടാന ഒരിക്കൽ നാട്ടിലേക്ക് ഇറങ്ങി അവിടുത്തെ ആളുകളെ ആക്രമിച്ചാൽ വീണ്ടും അവൻ അവിടേക്ക് എത്തും, ആളുകളെ കൊല്ലുവാനും അതിൽ ആനന്ദം കണ്ടെത്താനും. ഇതിനെല്ലാം ഒരു തടയിടുവാൻ വേണ്ടിയാണ് 4 പേരടങ്ങുന്ന സംഘം നമ്മൾ മുന്നേ പറഞ്ഞ ആ സെറ്റിൽമെൻറ്റിലേക്ക് പോയത്. ജാക്കും ചാർലിയുമായിരുന്നു ആ ഗെയിം ഹണ്ടിങ്ങിനെത്തിയ ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊപ്പം ആ സമയം അമീർ അലി എന്ന തദ്ദേശികനായ ഒരു ട്രാക്കറും ഉണ്ടായിരുന്നു. അയാളൊരു ട്രാക്കർ മാത്രമായിരുന്നില്ല. തദ്ദേശികരായ പല ഗോത്ര വിഭാഗക്കാരോടും സംസാരിക്കുവാൻ അവർ അമീർ അലിയുടെ സഹായമാണ് തേടിയത്. ക്യാമ്പിലേക്ക് എത്തിയ 5 പേരടങ്ങുന്ന സംഘം അമീർ അലിയെ കാണുകയും തലേന്ന് രാത്രിയിൽ അവരുടെ ഗ്രാമത്തിൽ അരങ്ങേറിയ സംഭവങ്ങൾ അവരോട് പറയുകയും ചെയ്തു. ഒട്ടും അമാന്തം ഉണ്ടായില്ല. വളരെ വേഗം തന്നെ ജാക്കിനെയും ചാർലിയെയും അമീർ ഈ വിവരം അവരോടും പറഞ്ഞു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു ആനവേട്ടയുടെ കഥയാണ്. ആഫ്രിക്കൻ ആനവേട്ടയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൺ കഥകളിലൂടെ. സാബ്, നിങ്ങളെ കാണാൻ കുറച്ചു പേർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവരുടെ ഗ്രാമത്തെ തലേ ദിവസം ഏതോ ആന ആക്രമിച്ചു എന്നാണ്. നമ്മൾ ആ ഗ്രാമത്തിൽ പോയിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുമുണ്ട്. അവിടുന്ന് കുറച്ചു പേരെ നമ്മുടെ ട്രാക്കർമാരായി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. അവരെന്തോ സഹായത്തിന് വേണ്ടിയാണ് നിങ്ങളെ തിരക്കി ഇവിടേക്ക് എത്തിയത്, അമീർ ചാർലിയോട് പറഞ്ഞു. ചാർലിയും ജാക്കും മുഖാമുഖം നോക്കി. അതിനുശേഷം അവർ തിരികെ അവരെ കാണാൻ അവിടേക്ക് വന്നെത്തിയവരുടെ അരികിലേക്ക് പോയി. അവരോട് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. എന്താണെന്ന് തിരക്കി. അമീറിന്റെ സഹായത്തോടെ തലേന്ന് അവിടെ അരങ്ങേറിയ സംഭവങ്ങളെല്ലാം ചാർലിയും ജാക്കും മനസ്സിലാക്കി. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകി. അതും പോരാഞ്ഞിട്ട് അവർക്കൊപ്പം അവരുടെ ഗ്രാമത്തിലേക്ക് ചെല്ലാമെന്നും പറഞ്ഞു. അവരെ പിന്തുടർന്നുകൊണ്ട് ചാർലിയും ജാക്കും അമീറും പിന്നെ അവരുടെ 2 സഹായികളുമായി അവരുടെ ആദിവാസി ഊരിലേക്ക് പോയി. ഇപ്പോൾ അവർ നിൽക്കുന്ന സെറ്റിൽമെന്റിൽ നിന്നും ഏകദേശം 2-3 മൈലുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് ആദിവാസി ഊരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മണിക്കൂറുകൾ നീണ്ട അവരുടെ സഞ്ചാരം വന്ന് അവസാനിച്ചത് തകർന്നു കിടക്കുന്ന ആദിവാസി ഊരിലേക്കാണ്. വിരലിൽ എണ്ണിയെടുക്കുവാൻ പറ്റുന്ന കുടിലുകൾ മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തലേന്ന് രാത്രിയിൽ ആ കാട്ടാന കുത്തി തകർത്തു. നിരവധി പേരുടെ ജീവൻ അവൻ അപഹരിച്ചെടുത്തു. തങ്ങളെ തഴുകിപ്പോകുന്ന കാറ്റിൽ രക്തത്തിന്റെ മണം. ചാർലി പറഞ്ഞു. എങ്ങും ഉയർന്നു കേൾക്കുന്നത് നിലവിളികളും പൊട്ടിക്കരച്ചിലുകളുമാണ്. കുറച്ചുപേർ തകർന്നു കിടക്കുന്ന അവരുടെ കുടിലുകൾ നന്നാക്കുന്ന തിടുക്കത്തിലാണ്. തലേന്ന് ദിവസം ജീവൻ നഷ്ടപ്പെട്ടവരുടെ അന്ത്യകർമ്മ ചടങ്ങുകളെല്ലാം അവിടെ നടത്തിയിരുന്നു. തലേ ദിവസം ദൂരേക്ക് ഓടിപ്പോയവർ വരെ അവിടേക്ക് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിരാശാജനകമായ കാഴ്ചകളും കാര്യങ്ങളുമായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത്. ചുറ്റുപാടും ഞങ്ങൾ പരിശോധിച്ചു. ആനയുടെ കാലടയാളങ്ങൾ കണ്ടെത്തി.
കിഴക്ക് തെക്ക് ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലായി. കുറച്ചു ദൂരം അവിടെ കണ്ട കാലടയാളങ്ങളെ പിൻപറ്റി ഞങ്ങൾ സഞ്ചരിച്ചുവെങ്കിലും 1.5 മൈലുകൾക്കപ്പുറം വെച്ച് ആ കാലടയാളങ്ങൾ പൂർണ്ണമായും തന്നെ ഞങ്ങൾക്ക് നഷ്ടമായി. അവിടുത്തെ ആളുകളെ സമാധാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി നടന്നു. ആദിവാസി ഊരിലെ കുറച്ച് ആളുകളെ ആനയെ ട്രാക്ക് ചെയ്യുവാനും അവൻ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തുവാനും പറഞ്ഞേൽപ്പിച്ചിരുന്നു. അവന്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവനെ വേട്ടയാടുന്ന കാര്യം ഞങ്ങൾ ഏറ്റുവെന്നും അവർക്ക് ഉറപ്പു നൽകി. കാലടയാളം പരിശോധിച്ച ജാക്ക് ചാർലിയോട് പറഞ്ഞത് ഇതാണ്: നമ്മൾ വേട്ടയാടിയതിൽ വെച്ച് ഏറ്റവും വലിയ ആനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. അവിടെ പതിഞ്ഞ കാലടയാളങ്ങൾ കൃത്യമായി ഞാൻ പരിശോധിച്ചു. പിന്നെ അമീർ പറഞ്ഞത് പ്രകാരം അവിടുത്തെ ആളുകളിൽ നിന്നും കിട്ടിയ ഒരു വിവരമാണ്. നല്ല നീളമേറിയ കൊമ്പുകളാണ് അവനുള്ളത്. അവനെ പിടിക്കാൻ കഴിഞ്ഞാൽ, അവനെ കൊല്ലാൻ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് കൊല്ലുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ട്രോഫി തന്നെ നമുക്ക് അടിച്ചെടുക്കുവാൻ സാധിക്കും. ചാർലി തലകുലുക്കി അമീറിനെ ഒന്ന് നോക്കി. അമീറും അതിനെ ശരിവെച്ചു. മണിക്കൂറുകൾക്കപ്പുറം അവരുടെ സെറ്റിൽമെന്റിലേക്ക് അവർ വന്നു ചേർന്നു. പിന്നീട് അവിടെ ഉയർന്ന ചർച്ചകളും മറ്റും ഇതിനെപ്പറ്റിയായിരുന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയൊക്കെയാണ് സഞ്ചരിക്കുവാൻ ഇടയുള്ളത്, ആനകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഭാഗത്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് ക്യാമ്പിൽ ചർച്ചയായത്. കഥ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആദിവാസി ഊരിൽ നിന്നും കുറച്ച് ആളുകൾ ട്രാക്കർമാരായി ഇവരുടെ സെറ്റിൽമെന്റിലേക്ക് വന്നിരുന്നുവെന്ന് അമീർ അവരെ വിളിച്ച് വിശദമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആനകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഈ ആനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. ആനയുടെ ശല്യം പലപ്പോഴും ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഗ്രാമത്തിലുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇത്രയും വലിപ്പമുള്ള കൊമ്പുള്ള വലിയ ആന ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെത്തുന്നത്. അതും ഇത്രയും പേരെ കൊല്ലുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. രാത്രി കാലങ്ങളിൽ ഗ്രാമത്തിൽ തീ കൂട്ടുന്നത് കൊണ്ട് കാട്ടാനകൾ പൊതുവെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാറില്ല. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ എല്ലാം വനത്തിലേക്കും മറ്റും പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ആനകളുടെ കയ്യിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ സംഭവം തന്നെയാണ്. അവിടേക്ക് എത്തിയ ആളുകളും പറഞ്ഞു. പല പല കാര്യങ്ങളും പല പല ചിന്തകളും ചാർലിയുടെയും ജാക്കിൻ്റെയും മനസ്സിലേക്ക് കടന്നു കയറി. അതിനുള്ള ഒന്നും ഉത്തരം അവർക്ക് അപ്പോൾ കിട്ടിയിരുന്നില്ല. എന്തിനായിരിക്കും ആ കാട്ടാന അവിടേക്ക് കയറി വന്ന് ആളുകളെ ആക്രമിച്ചത്? ഇനിയും ഒരുപക്ഷെ അവിടുത്തെ ആളുകൾ ഈ ആനയെ ആക്രമിച്ചിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പരുക്ക് പറ്റിയ ആനയായിരിക്കുമോ, അല്ലെങ്കിൽ ആന ഇപ്പോൾ മസ്ത് എന്ന അവസ്ഥയിലായിരിക്കാം. ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് ആ സമയം കടന്നു വന്നത്. അന്ന് രാത്രിയിൽ അവർക്ക് അത്താഴമായി കഴിക്കുവാൻ അവിടുത്തെ ആളുകൾ കൊണ്ടുവന്നത് ഗസൽമാനുകളുടെ ഇറച്ചിയായിരുന്നു. കൂർത്ത കമ്പികളിലും മറ്റും ആ മാംസം കോർത്തെടുത്ത് കൂട്ടിയിട്ട തീയിൽ ചുട്ടെടുത്ത് ആ മാംസം അവർ കഴിച്ചു. അവിടുത്തെ ആളുകളോട് ഒരു ബൈയും പറഞ്ഞ് അവരുടേതായ ടെന്റിലേക്ക് മടങ്ങി അവർ ഉറങ്ങാനും കിടന്നു. ഈ സമയങ്ങളിലും ടെന്റുകളിൽ രാത്രി കാലങ്ങളിൽ കാവലുണ്ടായിരുന്നു. അതുകൂടാതെ അവർ സെറ്റിൽമെന്റ് ചെയ്യുന്ന ആ ടെന്റുകളുടെ നടുവിലും തീയും കൂട്ടിയിട്ടിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാണ് ടെന്റിന് കാവൽ എന്ന ഒരു കാവൽക്കാരൻ അമീറിനെ വിളിച്ചുണർത്തുന്നത്. നല്ല ഉറക്കത്തിലായിരുന്ന അമീർ ചാടി എഴുന്നേൽക്കുകയും സംഭവം എന്താണെന്ന് അവരോട് തിരക്കുകയും ചെയ്തു. കാവൽ എന്ന കാവൽക്കാരൻ പുറത്തേക്ക് വരുവാനും ദൂരേക്ക് നോക്കുവാനും മാത്രമാണ് പറഞ്ഞത്. അമീർ അയാൾ പറഞ്ഞത് പ്രകാരം ടെന്റിന് വെളിക്കെത്തുകയും കാവൽക്കാരൻ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞതുപോലെ ഒന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. കാവൽക്കാരനെ ചീത്ത പറഞ്ഞിട്ട് അമീർ തിരികെ ക്യാമ്പിലേക്ക് ഉറങ്ങാൻ പോവാൻ തുടങ്ങിയ സമയം അങ്ങ് ദൂരെ നിന്നും ഒരു ചെറിയ കാറ്റ് ടെന്റിലേക്ക് വീശിയടിച്ചു. ആ കാറ്റിൽ അയാൾക്ക് വേണ്ടത് ഉണ്ടായിരുന്നു. കാവൽക്കാരന് തെറ്റ് പറ്റിയതല്ല. ഒരു നിമിഷം ടെന്റിലേക്ക് കയറാൻ പോയ അമീർ അവിടെ പതറി നിന്നു. വേഗം തിരിഞ്ഞ് ആ ഇരുട്ടിലേക്ക് നോക്കി. ആ ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവിടുന്ന് വീശുന്ന കാറ്റിൽ ആനയുടെ ചൂര് നല്ല പോലെ അയാൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ആ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് ആദിവാസി ഊരിൽ ആക്രമണം നടത്തിയ ആ കാട്ടാന തന്നെയാണ്. എന്നാൽ ഇരുട്ടിൽ എവിടെയാണ് അവൻ നിൽക്കുന്നത് മാത്രം അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അയാൾ ക്യാമ്പിനുള്ളിലേക്ക് ഓടി. ഉറങ്ങിക്കിടക്കുന്ന ചാർലിയെയും ജാക്കിനെയും അയാൾ വിളിച്ചുണർത്തി. കാര്യം അവരോടും പറഞ്ഞു. തങ്ങളുടെ കടക്കയുടെ കീഴിൽ വെച്ചിരുന്ന റൈഫിൾ അവർ കയ്യിലെടുത്തു. വളരെ വേഗം പുറത്തേക്ക് ഓടിയെത്തി. ക്യാമ്പിന്റെ നടുവിലേക്ക് കൂട്ടിയിട്ട തീയിലേക്ക് കുറച്ചുകൂടി വിറക് വാരിയിട്ട് ആളിക്കത്തിക്കുവാൻ അവർ പറഞ്ഞു. അതിന് പ്രകാരം അവിടേക്കെത്തിയ സഹായികൾ കത്തുന്ന തീയിലേക്ക് വിറകുകൾ കൂട്ടിയിട്ടു. തീ ആളിക്കത്തി. പ്രകാശം കുറച്ചുകൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ടും ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ആനയെ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടുന്ന് വീശിയടിക്കുന്ന കാറ്റിൽ ആനയുടെ ചൂര് നല്ല പോലെ അറിയുവാൻ അവർക്കെല്ലാം കഴിഞ്ഞു. ഭയം അവരുടെ എല്ലാം മനസ്സിലേക്ക് കയറി.
സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് ജാക്കും ചാർലിയും ഇരുട്ടിലേക്ക് തങ്ങളുടെ റൈഫിൽ ചൂണ്ടി നിന്നു. അരമണിക്കൂറോളം അവർ ആ നിപ്പ് അങ്ങനെ തുടർന്നു. പിന്നെ പതിയെ പതിയെ ആനയുടെ ചൂര് അവിടെ നിന്നും അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അവർ ആ സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കി. അവരുടെ ക്യാമ്പ് നിന്ന ഭാഗത്തു നിന്നും ഏകദേശം 150-200 അടി അകലെ ആനയുടെ കാലടയാളങ്ങൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ജാക്ക് അവിടെ കണ്ടെത്തിയ കാൽപ്പാടുകൾ നല്ലപോലെ പരിശോധിച്ചു. ജാക്ക് ചാർലി ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ പറഞ്ഞു തുടങ്ങി, നമ്മൾ അന്ന് ആദിവാസി ഊരിൻ്റെ അരികിൽ കണ്ടെത്തിയ അതേ കാലടയാളം തന്നെയാണ് ഇതും. അത്രയും വലിപ്പമുള്ള അതേ ആന തന്നെയാണ് ഇവിടേക്കും എത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ അവന് മനുഷ്യന്റെ ഗന്ധം ലഭിച്ചു കാണണം. അതുകൊണ്ടായിരിക്കാം അവൻ നമ്മുടെ സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി ഇവിടേക്ക് എത്തിയത്, നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി. എന്നാൽ നമ്മൾ വീണ്ടും ആ തീയിലേക്ക് വിറക് വാരിയിട്ട് തീ ആളിക്കത്തിച്ചപ്പോൾ ഒരുപക്ഷേ അവൻ ഭയന്ന് കാണണം. അതുകൊണ്ടായിരിക്കാം അവൻ നമ്മളെ ആക്രമിക്കാതെ മടങ്ങിപ്പോയത് എന്ന നിഗമനത്തിലായിരുന്നു ജാക്ക് എത്തിയത്. അതേ നിഗമനത്തിൽ തന്നെയായിരുന്നു ചാർലിയും എത്തിയതും. സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷം തിരികെ ക്യാമ്പിലേക്ക് എത്തിയ അവരെ കാത്തിരുന്നത് അമീർ ആയിരുന്നു. അമീർ അവരോട് കാര്യം തിരക്കി. അമീറിനോടും അവിടെ കണ്ട സംഭവങ്ങൾ വ്യക്തമായി അവരോട് പറഞ്ഞു. നമ്മൾ അന്ന് ആദിവാസി ഊരിൽ പോയപ്പോൾ കണ്ട അതേ ആന തന്നെയാണ്, അവിടെ ആക്രമിച്ച അതേ ആന തന്നെയാണ് ഇന്നലെ രാത്രിയിലും നമ്മുടെ സെറ്റിൽമെന്റിന്റെ അരികിലേക്ക് എത്തിയത്. ഇനിയും ഏത് നിമിഷവും അവൻ നമ്മുടെ സെറ്റിൽമെന്റിനെയും ആക്രമിച്ചേക്കാം. അന്ന് രാവിലെ തന്നെ കുറച്ച് ട്രാക്കർമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അമീറും ജാക്കും ചാർലിയും ആ വനത്തിലേക്ക് കാലടയാളങ്ങൾ പിന്തുടർന്നു പോയി. പഴയ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഏകദേശം 1.5-2 മൈലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കാലടയാളങ്ങൾ അപ്രത്യക്ഷമായി. പിന്നീട് ആന എവിടേക്കാണ് പോയിരിക്കുക എന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ആ ചുറ്റുപാട് മൊത്തവും അന്വേഷിച്ചതിൽ നിന്നും മറ്റൊരു ആനയുടെയും സാന്നിധ്യവും അവർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. എന്നിരുന്നാലും ആനയുടെ കാലടയാളം നഷ്ടമായ സ്ഥലത്ത് വെച്ച് അവരൊരു തീരുമാനമെടുത്തു. 2 സംഘമായി തിരിഞ്ഞ് 2 ദിശയിലേക്ക് ആനയെ അന്വേഷിച്ച് പോകാമെന്ന്. ആ തീരുമാനത്തിൽ അവരെത്തിച്ചേരുകയും ജാക്കും അതുപോലെ ചാർലിയും 2 ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ചാർലിയുടെ കൂടെ ആയിരുന്നു അമീറും അന്ന് യാത്ര ചെയ്തത്. ജാക്കിന്റെ കൂടെ തദ്ദേശികരായ 2-3 ട്രാക്കർമാരും ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും ട്രാക്കർമാരുടെ സാന്നിധ്യത്തിൽ സഹായത്തോടെ ആന പോയി എന്ന് കരുതപ്പെടുന്ന 2 ദിശയിലേക്കും അവർ സഞ്ചാരം തുടങ്ങി. വൈകുന്നതിന് മുന്നേ തന്നെ തിരികെ ക്യാമ്പിലെത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ നിന്നും അവർ തിരച്ചിൽ തുടങ്ങിയത്. പുല്ലുകൾ നിറഞ്ഞ സമതലങ്ങളിലൂടെ അവർ ആനയെ അന്വേഷിച്ച് നടന്നു. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വലിയ മരത്തിന്റെ തണലുകളിൽ അവർ വിശ്രമിച്ചു. കുറ്റിക്കാടുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ വകവയ്ക്കാതെ അവർ മുന്നിലേക്ക് യാത്ര തുടർന്നു. ചാർലിയും അമീറും പിന്നെ 2 ട്രാക്കർമാരും ഉൾപ്പെടുന്ന സംഘം തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് പോയത്. അവർക്കൊപ്പം വന്ന ട്രാക്കർമാർ പറഞ്ഞത് പ്രകാരം ഏകദേശം 3-4 മൈലുകൾക്കപ്പുറം അവിടെ വലിയൊരു മുളങ്കാടുണ്ടെന്നും ഒരു പക്ഷേ ആന അതിനുള്ളിൽ കാണാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് അവർ തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. അമീറും അതിനെ സപ്പോർട്ട് ചെയ്തു. വലിയ നീളൻ പുല്ലുകൾക്കിടയിലൂടെയും കുറ്റിക്കാടുകൾക്കിടയിലൂടെയും അവർ വഴിവെട്ടി മുന്നിലേക്ക് യാത്ര തിരിച്ചു. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രകാശത്തിൽ ഏറെ ദൂരം അവർക്ക് മുന്നിലേക്ക് പോകുവാൻ സാധിച്ചില്ലെങ്കിലും ആവുന്നത്രയും ദൂരം അവർ സഞ്ചരിച്ചു, ഒരു റെസ്റ്റ് പോലും എടുക്കാതെ. അവിടെ ഇവിടെ കാണുന്ന മരങ്ങളുടെ ചുവട്ടിൽ അവർ അല്പസമയം റെസ്റ്റ് എടുത്തു. അവരുടെ കൈവശം കൊണ്ടുവന്ന വെള്ളം അവർ കുടിച്ച് ക്ഷീണം മാറ്റിയതിനു ശേഷം വീണ്ടും മുന്നിലേക്ക് നടക്കും. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവർ പറഞ്ഞ മുളങ്കാടുകൾക്ക് സമീപത്തേക്ക് അവർ എത്തിച്ചേർന്നിരുന്നു. ഇവിടുത്തെ ഗോത്ര വിഭാഗക്കാരെല്ലാം തന്നെ ഇവിടേക്ക് വരാറുണ്ടെന്നും ഇവിടെ നിന്നും മുളകൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ടെന്നും അവർ പറഞ്ഞു. കുടിലുകളും മറ്റും നിർമ്മിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി മുളകളെയും ഈറ്റുകളെയുമാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവിടങ്ങളിൽ പല പ്രാവശ്യവും ആനകളെ കണ്ടതായും അവർ പറയാറുണ്ട്. അവിടേക്കെത്തിയ അമീർ അലിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ആനകൾക്ക് മുളകളോടും ഈറ്റകളോടുമുള്ള ആ ഒരു ഇഷ്ടം. അതുകൊണ്ട് കൂടിയാണ് അയാൾ ഇവിടേക്ക് വരാമെന്ന് തറപ്പിച്ച് ചാർലിയോടും പറഞ്ഞത്. ആദിവാസി ഊരിൽ നിന്നും വന്ന ഒരു ട്രാക്കർ മുന്നിലും അതിന്റെ പിന്നിലായി അമീർ അലിയും അതിന്റെ പിന്നിലായി ചാർലിയും അതിന്റെ തൊട്ടു പിന്നിലായി മറ്റൊരു ട്രാക്കറും എന്ന നിലയിലായിരുന്നു അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ പറഞ്ഞ ആ മുളങ്കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. മുളകൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു വലിയ കാട് പോലെ നിൽക്കുന്ന പ്രദേശമാണ്. അതിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു. കാറ്റത്ത് മുളകളുടെ ശീൽക്കാർ ശബ്ദം അവർക്ക് നല്ലപോലെ കേൾക്കുവാൻ സാധിച്ചു. കാറ്റത്ത് മുളകൾ തമ്മിൽ കൂട്ടിയുരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും അവിടെ ഒരു ഭയാനകമായ അന്തരീക്ഷം തീർത്തു. മുളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ആടിയും ഒടിഞ്ഞു വീണുമെല്ലാം കിടക്കുന്നുണ്ട്. അവർ വീണ്ടും മുന്നിലേക്ക് നീങ്ങി മറ്റൊരു പാതയിലേക്ക് പ്രവേശിച്ച് മറ്റൊരു വഴിയിലൂടെ ആ മുളങ്കാടുകൾക്കുള്ളിലൂടെ നടന്നു നീങ്ങി. കൊടുന്നനെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനായി. ഒരാന ഇവിടേക്ക് കയറിയതിന്റെ കാലടയാളങ്ങളും അവൻ മുളകൾ വലിച്ചൊടിച്ചതിൻ്റെയും ആരിച്ചതിൻ്റെയും അവശിഷ്ടങ്ങളും മറ്റും കാണുവാനും സാധിച്ചു. ചാർലി വീണ്ടും മുന്നിലേക്ക് നോക്കി ചുറ്റും ഒന്നുകൂടി പരിശോധിച്ചു. അതെ, അവന്റെ പിണ്ടവും കാണാൻ സാധിച്ചു.
അമീർ അലിയും മറ്റു ട്രാക്കർമാരും അതിന്റെ അരികിലേക്ക് പോയി. ട്രാക്കർ അത് തൊട്ട് പരിശോധിച്ചു. അയാൾ പറഞ്ഞു, ഇത് കുറച്ച് സമയം മുന്നേ മാത്രം ഇവിടുന്ന് കടന്നുപോയ ഒരു ആനയുടേതാണെന്ന്. അത്രയും കേട്ടതും വളരെ നിശബ്ദരായി അവർ അല്പസമയം അവിടെ ചെലവഴിച്ചു. ചുറ്റുപാടും കാതോർത്തു. അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായി തന്നെ കേൾക്കുവാൻ സാധിച്ചു. അവർക്ക് തൊട്ടു മുന്നിൽ അങ്ങ് അകലെ നിന്നും കേട്ട ഒരു ശബ്ദം, മുളകൾ വലിച്ചിരിഞ്ഞ് ഒടിക്കുന്നതിന്റെ ശബ്ദം. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ 4 പേരും ആവും വേഗം നടന്നു. എന്നാൽ അവിടെയൊന്നും ആനയെ മാത്രം അവർക്ക് കാണുവാൻ സാധിച്ചില്ല. അവസാനം അവർ മുളങ്കാടിന് പുറത്തേക്ക് നടന്നിറങ്ങി. അവർ പ്രതീക്ഷിച്ചതുപോലെ ആനയെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ 4 പേരും മുഖാമുഖം നോക്കി. അവൻ എവിടേക്കാണ് കൊടുന്നനെ അപ്രത്യക്ഷമായതെന്ന് അവർ ചിന്തിച്ചു. സാഹിബുമാരെ, സാഹിബുമാരെ, ആന എന്ന വിളിയായിരുന്നു പിന്നീട് അവിടുന്ന് ഉയർന്നു കേട്ടത്. അവരുടെ തൊട്ടു പിന്നിൽ നടന്നു വന്ന ട്രാക്കറുടെ അലർച്ചയായിരുന്നു അത്. അമീറും ചാർലിയും തിരിഞ്ഞ് അവിടേക്ക് നോക്കി. അവർ നിൽക്കുന്ന ഭാഗത്തു നിന്നും കൃത്യമായി 300 വാര അകലെ ആ വലിയ ആനയുടെ രൂപം അവർ കണ്ടു. ഒരിക്കലും മറക്കാനാവാത്ത ആ കാഴ്ച കണ്ട് അവർ തരിച്ചു നിന്നുപോയി. അവർ കടന്ന് മുന്നിലേക്ക് വന്ന ആ മുളങ്കാടിന് പുറത്തേക്ക് ആനയും പതിയെ നടന്നു വന്നു. ആനയ്ക്ക് ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം മുളങ്കാടിനുള്ളിൽ തന്നെ വെച്ച് കിട്ടിക്കാണണം. അവനെ ആരോ പിന്തുടർന്നു വരുന്നത് അവന് മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കാം തന്ത്രപൂർവ്വം അവൻ മുളങ്കാടിനുള്ളിൽ മറഞ്ഞിരുന്നതും അവരെ നിരീക്ഷിച്ചതും. തൻ്റെ ശത്രുക്കൾ അവനെ കടന്ന് മുളങ്കാടിന് പുറത്തേക്ക് പോകുന്നതും അവൻ കണ്ടിരിക്കാം. തുറസായ സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് തൻ്റെ ഇരകളെ കൊല്ലാമെന്ന് ഒരുപക്ഷെ അവൻ കരുതിയിരിക്കാം. അവിടെ പേടിച്ച് പതറി നിന്ന അമീറിനും ചാർലിക്കും അവൻ്റെ രൂപം ഭയാനകമായാണ് തോന്നിയത്. 13 അടിയിലധികം ഉയരമുണ്ടായിരുന്ന അവന് വലിയ നീളമുള്ള കൊമ്പുകളും വിശാലമായ ചെവികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതവൻ്റെ വലിപ്പം വല്ലാതെ കൂട്ടുന്നത് പോലെ തോന്നി. ചാർലി തൻ്റെ ശ്വാസം ഒന്ന് വിട്ടു. തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമീർ ഭയം മൂലം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും അവൻ്റെ നെഞ്ചിടിപ്പും അയാൾക്ക് നല്ലപോലെ കേൾക്കാൻ സാധിച്ചു. ഇനിയും ഏത് നിമിഷവും എന്തും ഇവിടെ സംഭവിച്ചേക്കാം. മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോയി. മനസ്സെന്നെ പ്രേരിപ്പിച്ചു പിന്തിരിഞ്ഞോടുവാൻ വേണ്ടി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയന്ന് വിറച്ച് ഓടുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഈ ഭീകര സത്യം മുന്നിലേക്ക് വന്നപ്പോൾ അവരെല്ലാം എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ആനയുടെ ഭാഗത്തു നിന്നും കാറ്റ് അവരിലേക്ക് വീശിയടിച്ചു. അവൻ്റെ ചൂര് നല്ലപോലെ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ആനയുടെ ആ പൊക്കമുള്ള ശരീരം കൊണ്ട് അവരെ 4 പേരെയും കൃത്യമായി തന്നെ ആനയ്ക്ക് കാണുവാനും അവരുടെ ചലനങ്ങൾ വീക്ഷിക്കുവാനും കഴിയുമെന്നും അവർക്ക് മനസ്സിലായി. ഒരു നിമിഷത്തേക്ക് തൻ്റെ കൈവശം ഇരിക്കുന്ന തോക്കുപയോഗിച്ച് വെടിവെക്കുവാൻ പോലും ചാർലി മറന്നുപോയിരുന്നു. ആന അവൻ്റെ വലിയ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി. അവൻ്റെ 12 അടിയോളം നീളമുള്ള കൊമ്പുകളും മുകളിലേക്ക് നീട്ടി. അവൻ്റെ വലിയ വൃത്താകൃതിയിലുള്ള ചെവി നല്ലപോലെ വിരിച്ചു. അവൻ ഉച്ചത്തിൽ അലറി. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രപൂർവ്വകാലത്തെ ഭീകരജീവിയെ പോലെ തോന്നി. ചെറിയ ചുവന്ന കണ്ണുകളിലെ അവൻ്റെ ദുഷ്ടതയും തിളക്കവും ക്രൂരതയും കണ്ടുകൊണ്ട് ചാർലി അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയതുപോലെ നിന്നു. ആദിമ മനുഷ്യർ മാമത്തുകളെ നേരിട്ട കാര്യമാണ് അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. കല്ലുകൾ കൂർപ്പിച്ചുണ്ടാക്കിയ കുന്തങ്ങൾ ഉപയോഗിച്ച് മാമത്തുകളെ ആക്രമിക്കുന്നതും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കോടാലി കൊണ്ട് വെട്ടുന്നതുമെല്ലാമാണ് അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു കയറിയത്. എവിടെ നിന്നോ അവൻ്റെ ശരീരത്തിലേക്ക് ഒരു ഉണർവ് വന്നതുപോലെ തോന്നി. തൻ്റെ കൈവശം ഇരുന്ന റൈഫിളിലേക്ക് അവൻ പിടിമുറുക്കി എടുത്ത് തോളിലേക്ക് ഉയർത്തി വെച്ചു. ഞാൻ പതിയെ അമീർ അലി നിന്ന ഭാഗത്തേക്ക് നോക്കി. അമീർ അലി ഇപ്പോഴും തരിച്ചു നിൽക്കുകയാണ്. അവൻ്റെ കൈവശവും റൈഫിൾ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചത്തിൽ അവനോട് വിളിച്ചു പറഞ്ഞു അത് ഉപയോഗിക്കുവാൻ. അപ്പോഴേക്കും ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി വീണ്ടും ഉച്ചത്തിൽ അലറി. കാടൊന്ന് കിടുങ്ങി. കോപത്തിൻ്റെയും വെല്ലുവിളിയുടെയും ഒരു കാട്ടലർച്ച അതിലുണ്ടായിരുന്നു. ആ നിലവിളിയിൽ കാട് നിശബ്ദമായതുപോലെ തോന്നി. കൂടെ വന്ന ട്രാക്കർമാർ ഉച്ചത്തിൽ അലറി, സാഹിബുമാരെ വെടിവെക്കൂ വെടിവെക്കൂ എന്ന്. അമീർ അലി തൻ്റെ ധൈര്യം വീണ്ടെടുത്തു. അലറി അവൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ആനയ്ക്ക് നേരെ 2 വെടിവെച്ചു. ആ കാടിനെ പ്രകമ്പനം കൊള്ളിക്കുവാൻ അത് മതിയായിരുന്നു. എന്നാൽ ആന ഒട്ടും പിന്നോട്ടു പോകുവാൻ തയ്യാറായില്ല. അവൻ മുന്നിലേക്ക് ആഞ്ഞ് വീണ്ടും ഉച്ചത്തിൽ അലറി മരങ്ങൾ തകർത്തുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് കുതിച്ചു വന്നു. ചാർലി അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അമീർ വെച്ച വെടി ആനയുടെ വശങ്ങളിലൂടെ ദൂരേക്ക് അകന്നു പോകുന്നത് അയാൾ കൃത്യമായി കണ്ടിരുന്നു. ആനയുടെ ശരീരത്ത് പോലും അത് തറച്ചില്ല. ഒരുപക്ഷെ ഭയം അയാളെ വല്ലാതെ സ്വാധീനിച്ചേക്കാം. ഇത്രയും കണ്ടതും ചാർലിക്കും ഭയം വല്ലാതെ കൂടിയിരുന്നു. തിരിഞ്ഞോടുവാനുള്ള ഒരു വ്യഗ്രത തനിക്കും തോന്നി തുടങ്ങി. ചാർലി അതിനെയെല്ലാം നിയന്ത്രിച്ചു. ഏകാഗ്രതമായി തൻ്റെ റൈഫിളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓടിവരുന്ന ആനയുടെ മുൻ കാലുകളിലേക്ക് തൻ്റെ റൈഫിൾ ശബ്ദിച്ചു. തുടരെയുള്ള 2 തിരകൾ
കൃത്യമായി ഓടിവരുന്ന ആനയുടെ കാലുകളിലേക്ക് തറച്ചു കയറി. വേദനയാൽ ആന ഉച്ചത്തിൽ ഒന്നുകൂടെ അലറുകയും അവിടെ നിൽക്കുകയും ചെയ്തു. അതുമാത്രം മതിയായിരുന്നു എൻ്റെ കൂടെ വന്നവർക്ക് ധൈര്യം പകരുവാൻ. അവർ ഓട്ടം അവസാനിപ്പിച്ചു. എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അമീറിന്റെ തോക്ക് എവിടെയോ നഷ്ടമായിരുന്നു. ഭയം അയാളെ വല്ലാതെ വിരളി പിടിപ്പിച്ചു. വെടിയുണ്ട കാലുകളിലേക്ക് തറച്ചു കയറിയ ആനയ്ക്ക് ക്രോധം അടക്കുവാൻ പോലും കഴിഞ്ഞില്ല. അവൻ വീണ്ടും തൻ്റെ കൊമ്പുകൾ കുലുക്കി തല കുലുക്കി തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ അലറി. അമീറും എൻ്റെ കൂടെ വന്ന ട്രാക്കർമാരും നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ വീണ്ടും ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നിലേക്ക് ഓടിയെടുത്തു. ഞാൻ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു. എൻ്റെ റൈഫിൾ അവൻ്റെ തലയിലേക്ക് ചൂണ്ടി ഒരു ഷോട്ട് ഞാൻ പായിച്ചു. അവൻ്റെ മാംസവും അസ്ഥിയും ചിതറിച്ചുകൊണ്ട് ആ തിര അവൻ്റെ തലയിലേക്ക് തുളച്ചു കയറി. എന്നാൽ അവനെ പിടിച്ചു നിർത്തുവാൻ അതൊന്നും പോരാ എന്ന് തെളിയിച്ചുകൊണ്ട് അവൻ വീണ്ടും മുന്നിലേക്ക് ചാർജ് ചെയ്തു വന്നു. ഞങ്ങളും അവനും തമ്മിലുള്ള ദൂരം കൃത്യമായി ഏകദേശം 150 അടിയിൽ താഴെയായി. വീണ്ടും ഞാൻ നിറയൊഴിച്ചു. അവൻ്റെ തോളലിലേക്കായിരുന്നു ഞാൻ തിര പായിച്ചത്. തിര വന്ന് തറഞ്ഞു കയറിയതും അവൻ ഒരു നിമിഷം നിന്നു. അത്രയും സമയം മതിയായിരുന്നു എനിക്ക് വീണ്ടും കാട്രിഡ്ജ് റീലോഡ് ചെയ്യുവാൻ. ഞാൻ എൻ്റെ റൈഫിൾ ഒന്നുകൂടി റീലോഡ് ചെയ്തു. അടുത്ത ഷോട്ടിന് തയ്യാറായി. ആന അവൻ്റെ കരുത്ത് പൂർണ്ണമായും വീണ്ടെടുത്തുകൊണ്ട് ഒന്നുകൂടി ചാർജ് ചെയ്ത് മുന്നിലേക്ക് ഓടി വന്നു. ആനയും ഞങ്ങളും തമ്മിലുള്ള ദൂരം വല്ലാതെ കുറഞ്ഞു. അമീർ ശരിക്കും ഭയന്നു. വീണ്ടും എൻ്റെ തോക്ക് ശബ്ദിച്ചു. 2 തിരകൾ കൂടി അവൻ്റെ ശരീരത്തിലേക്ക് തറച്ചു കയറി. ഓടി വന്ന ആന പൊടുന്നനെ നിലത്തേക്ക് പതിഞ്ഞു. അവൻ്റെ നീളമേറിയ കൊമ്പുകൾ അടുത്തു കിടന്ന വലിയൊരു കല്ലിന്മേലായിരുന്നു വന്നടിച്ചത്. അവൻ്റെ വീഴ്ചയുടെ ശക്തിയിലും അവൻ്റെ ഭാരത്തിലും അവൻ്റെ കൊമ്പൊടിഞ്ഞു. ഏകദേശം 1 അടി നീളമുള്ള ഒരു കൊമ്പിന്റെ ഭാഗം വന്നു വീണത് അമീർ അലിയുടെ തലയിലേക്കായിരുന്നു. അത് വന്നു പതിച്ചതും അമീർ അലി ദൂരേക്ക് തെറിച്ചു വീണു. അവൻ്റെ ബോധം നഷ്ടമായി. എൻ്റെ അടുത്ത് നിന്ന ട്രാക്കർമാർ അവൻ്റെ അരികിലേക്ക് പോയതും ഞാൻ അവരെ കൈകൊണ്ട് നിൽക്കുവാൻ ഒരു സിഗ്നൽ കാണിച്ചു. ആന ഇപ്പോഴും ചത്തട്ടില്ലെന്നും അവൻ്റെ ശരീരത്തിൽ ജീവന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ടെന്നും പറഞ്ഞു. അത് പറഞ്ഞവസാനിപ്പിക്കുകയും വീണ്ടും ആന എഴുന്നേറ്റു. അവൻ്റെ ശരീരത്തിൽ തറച്ചു കയറിയ തിരകൾ അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൻ നിന്ന് ആടുകയാണ്. എങ്കിലും അവൻ്റെ ക്രോധത്തിന് യാതൊരു കുറവും വന്നതായി എനിക്ക് തോന്നിയില്ല. അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അടുത്ത ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇത്തവണ അവൻ്റെ തുമ്പിക്കൈ ഉയർത്തുകയോ ഉച്ചത്തിൽ അലറുകയോ ഒന്നും ചെയ്തില്ല. അവനൊന്നും മുന്നോട്ട് ആയുവാൻ തുടങ്ങിയതും വീണ്ടും എൻ്റെ റൈഫിൾ ശബ്ദിച്ചു. തലയിലേക്ക് ഞാൻ പായിച്ച ഷോട്ടിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു ഇപ്രാവശ്യവും ഞാൻ വെടി ഉതിർത്തത്. ആന ഒന്ന് ആടുകയും വലത്തേക്ക് ചരിഞ്ഞു വീഴുകയും ചെയ്തു. അവൻ്റെ വീഴ്ചയിൽ ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടതുപോലെ തോന്നി. എങ്കിലും അവൻ്റെ കണ്ണുകളിലെ ചുവപ്പ് മാറിയിരുന്നില്ല. അവൻ്റെ ശരീരത്തിൽ നിന്നും ജീവന്റെ തുടുപ്പ് പോയിട്ടും ഉണ്ടായിരുന്നില്ല. അവൻ്റെ തുമ്പിക്കൈയിൽ നിന്നും ചോരയും നുരയും പതഞ്ഞ് താഴേക്കിറങ്ങി. തിര തറച്ചു കയറിയ ഭാഗത്തു നിന്നും രക്തവും നിലത്തേക്ക് ഒലിക്കുന്നുണ്ടായിരുന്നു. ഇനിയും അവൻ എഴുന്നേക്കില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ വീണ് കിടക്കുന്ന അമീർ അലിയുടെ അരികിലേക്ക് പോയി. അവൻ്റെ ബോധം നഷ്ടമായതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ശരീരം പരിശോധിച്ചതിൽ നിന്നും ചെറിയൊരു മുറിവ് മാത്രം അവൻ്റെ തലയിൽ കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കുടിവെള്ളം തളിച്ച് അവൻ്റെ ബോധം വീണ്ടെടുപ്പിച്ചു. അവനെയും ഉയർത്തി എഴുന്നേൽപ്പിച്ച് എൻ്റെ കൂടെ വന്ന ട്രാക്കർമാർ ഒരു മരത്തിൻ്റെ തണലിലേക്ക് കൊണ്ടിരുത്തി. അവിടേക്ക് വീണ് കിടക്കുന്ന ആനയുടെ അരികിലേക്ക് ഞാൻ നടന്നു. അവനെ ഒന്ന് വീക്ഷിച്ചു. ഇപ്പോഴും അവൻ്റെ ശരീരത്ത് ജീവന്റെ തുടുപ്പ് എനിക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ റൈഫിളിലെ അവസാനത്തെ തിരയും ഞാൻ അവൻ്റെ തലയിലേക്ക് പായിച്ചു. 3 തിരകളും കൃത്യമായി അവൻ്റെ തലയൊട്ടി തകർത്തുകൊണ്ട് ഒരുപക്ഷെ തലച്ചോറിലേക്ക് പ്രവേശിച്ച് കാണണം. അവൻ്റെ ശരീരത്തിലെ അവസാനത്തെ ജീവന്റെ തുടുപ്പും നഷ്ടമായിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ പൂർണ്ണമായും ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. നിത്യമായ ശാന്തതയിലേക്ക് അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ചത്തുകിടന്ന ആനയുടെ ശരീരം ഞാനൊന്ന് പരിശോധിച്ചു. അവൻ്റെ വയറിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു വ്രണം എനിക്ക് കാണുവാൻ സാധിച്ചു. അതിൽ നിന്ന് പുഴുഞ്ഞുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് പഴുത്ത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഒരു പക്ഷേ മനുഷ്യന്റെ ഏതെങ്കിലും ആയുധം കൊണ്ടുണ്ടായ മുറിവായിരിക്കാം അത്. ഇതുകൊണ്ടായിരിക്കാം ആന മനുഷ്യന്റെ ശത്രുവായി മാറിയത്. ഞാൻ അമീർ അലി ഇരിക്കുന്ന മരത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അപ്പോഴേക്കും അങ്ങ് അകലെ നിന്നും 2 വെടിയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. അതെ, ജാക്കും സംഘവും ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ നിന്ന ട്രാക്കർമാരിൽ ഒരാൾ അമീർ അലിയുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയ റൈഫിൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അമീർ അലി അത് റീലോഡ് ചെയ്ത് അദ്ദേഹവും തോക്ക് മുകളിലേക്ക് ഉയർത്തി മറു സിഗ്നൽ കൊടുത്തു. ലൊക്കേഷൻ ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നു. ഇനിയും അല്പസമയത്തിന് ശേഷം ജാക്കും ഞങ്ങൾക്കൊപ്പം ചേരും. കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ജാക്കും അവിടേക്കെത്തി. അക്ഷരാർത്ഥത്തിൽ അവൻ ഞെട്ടിപ്പോയി.
ഇത്രയും വലിയ നീളമുള്ള കൊമ്പിന് ഉടമയെ ഇതിനു മുന്നേ ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടേക്ക് എത്തിയ ട്രാക്കർമാരുടെ സഹായത്തോടെ അവൻ്റെ ശരീരത്തിൽ നിന്നും ആ വലിയ നീളമുള്ള ആ വെളുത്ത സ്വർണം ഞങ്ങൾ ഊരിയെടുത്തു. ഒപ്പം വന്നവരോട് ഇത് തന്നെയാണോ 2 ദിവസങ്ങൾക്ക് മുന്നേ ആദിവാസി ഊരിൽ പ്രശ്നമുണ്ടാക്കിയ കാട്ടാനയെന്ന് ചോദിക്കുകയും ഇവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അവൻ്റെ കാലടയാളവും നീളവുമെല്ലാം ജാക്കും പരിശോധിച്ചു. അവനും അതിനെ അംഗീകരിച്ചു. അവൻ്റെ ശരീരത്തെ കണ്ടെത്തിയ മുറിവും ഞാൻ അവനെ കാണിച്ചു. അതിൽ നിന്ന് ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ആനയുടെ ശരീരത്തിൽ നിന്നും ഞങ്ങൾ കൊമ്പ് വേർപെടുത്തിയെടുത്തു. 2 പേർ ചുമന്നുകൊണ്ടാണ് ഒരു കൊമ്പ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.